ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താർ സീരീസിലെ ഫസ്റ്റ് റെസിപ്പി ഒരു എഗ് ബോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ റമദാനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്, ഈസിയാണ്. ഇതിന് 5 എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. മെയിനായിട്ട് എഗ്ഗ് തന്നെയാണ് വേണ്ടത്. അതൊന്ന് ഞാൻ ഷ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ ഷ്രെഡ് ചെയ്ത് ഒരു പാത്രത്തിലിട്ടതിന് ശേഷം നമ്മളൊരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി. എരിവ് കുറച്ച് മതിയുള്ളവർക്ക് കുറവിട്ടാൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിന് ഒരു 2.5 ടീസ്പൂണ് അരിപ്പൊടി ഇടുന്നുണ്ട്. അതൊന്ന് കോട്ട് ചെയ്ത് കിട്ടാനാണ്, ആ ബോൾസ് ഒന്ന് റോളാക്കി എടുക്കാൻ വേണ്ട പാകത്തിനാണ് അരിപ്പൊടി ഇടുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഒരു ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. അതാകുമ്പോൾ വേഗം നമുക്കത് ഉള്ളൊക്കെ വെന്ത് കിട്ടാനും എളുപ്പമാണ്. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു 15 ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് എഗ് വാഷ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ 1 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യം ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഒരു കോട്ടിങ് ഒന്നും കൂടി തിക്കായിരിക്കും. എഗ് വാഷ് ചെയ്തു. ഇനി ഇതാ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തൊന്ന് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേ ഒന്ന് അമർന്ന് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഓയിലിട്ട് കഴിഞ്ഞാൽ ആ ബ്രെഡ് ക്രംസൊക്കെ ഇങ്ങനെ പരന്നു പോകും. അതില്ലാതിരിക്കാൻ ആ എഗ്ഗിൽ ഒന്നിങ്ങനെ നന്നായി കോട്ടാവാൻ നന്നായി ഒന്ന് അമർത്തി പിടിച്ചെടുത്താൽ മതി. അപ്പോൾ ശരിയാവും. അപ്പോൾ ഇതാ നമ്മുടെ എഗ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അത് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് കഴിഞ്ഞാൽ വേഗം ഒന്ന് ഇളക്കി കൊടുക്കണം. അതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് എല്ലാ സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായാൽ മതി. പിന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.